മനുഷ്യനുൾപ്പെടെ 2 കണ്ണുള്ള ജീവിവർഗത്തെ എല്ലാവർക്കും അറിയാം. എന്നാൽ 5 കണ്ണുള്ള ജീവിവർഗങ്ങളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ക്യാംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഈ ജീവിയെക്കുറിച്ച് അറിഞ്ഞാലോ? വെൽക്കം ടു ലൈഫ് ഓഫ് നേച്ചർ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും പല കോടി വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിരുന്ന ഒരു ജീവിവർഗമാണിത്. 542 കോടി വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കാലഘട്ടത്തെ ക്യാംബ്രിയൻ കാലഘട്ടം എന്ന് പറയുന്നു. ഈ ലോകം മുഴുവൻ അന്ന് ശാന്തമായൊരു കടലായിരുന്നു. പല ജീവിവർഗങ്ങളും അപ്പോഴാണ് പതിയെ പതിയെ രൂപം കൊള്ളുന്നത്. അങ്ങനെയുണ്ടായ ഒരു വിചിത്രമായ ജീവിവർഗമാണ് ഒപ്പാബിനിയ. ഒരു ആർത്രോപോഡ് പോലെ തോന്നിക്കുന്ന ഇവ ഇപ്പോൾ ഭൂമിയിലുള്ള യാതൊരു ജീവികളുമായും സാമ്യമില്ല. എന്നാൽ അവയ്ക്കൊക്കെയുള്ള ഒരു മുൻഗാമി എന്ന് വേണമെങ്കിൽ പറയാം. കടലിനടിയിലെ മണലിൽ ഒട്ടിജീവിക്കുന്ന ഒപ്പാബീനിയയ്ക്ക് ഒരു വിരലിൻ്റെ സൈസ് മാത്രമാണുള്ളത്. ഏകദേശം 4 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ ഇവ വളരുകയുള്ളൂ. ഇവ ഒരു പ്രൊഡക്ടർ ആയിരുന്നു. ഇനി ഇവയുടെ ശരീരഘടനയെക്കുറിച്ച് പറയാം. ശരീരത്തിൻ്റെ വശങ്ങളിൽ ചിറകുകൾ പോലെയുള്ള ഫിനുകൾ ഈ ജീവികൾക്കുണ്ടായിരുന്നു. അതുപയോഗിച്ചാണ് ഇവ നീന്തിയിരുന്നത്. ഇവയുടെ തലഭാഗത്തായി 5 കണ്ണുകൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ 360 ഡിഗ്രി ആംഗിൾ ഇവയ്ക്ക് ലഭിച്ചിരുന്നു. എല്ലാ വശങ്ങളിൽ നിന്നും വരുന്ന ജീവിവർഗങ്ങളെ ഇതുമൂലം കണ്ടെത്തി ഭക്ഷിക്കുവാൻ സാധിച്ചിരുന്നു. ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ തലയിൽ നിന്നും തുമ്പിക്കൈ പോലെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ അറ്റം വാക്യൂം ക്ലീനർ പോലെ കടലിനടിയിലുള്ള ജീവികളെ പിടിച്ചു കഴിക്കാൻ സാധിച്ചിരുന്നു. അന്ന് കടലിനടിയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പുഴുക്കൾ, സോഫ്റ്റ് സ്കിന്നുള്ള ജീവികൾ എന്നിവയായിരുന്നു ഇവയുടെ പ്രധാന ഭക്ഷണം. അത് ചെളിയിൽ നിന്നും വലിച്ചെടുത്ത് ഇവ കഴിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനോമലോകാരിസ് എന്ന ജീവിവർഗമായിരുന്നു ഒപ്പബിനിയയുടെ പ്രധാന എതിരാളി. കാനഡയിൽ നിന്നുമാണ് ഇവയുടെ ഫോസിലുകൾ ആദ്യമായി ലഭിച്ചത്. ചാൾസ് ഡൂലിറ്റിൽ വാൾക്കോട്ട് എന്ന ശാസ്ത്രജ്ഞൻ 1912 ഇവിടെ നിന്നും ഇവ കണ്ടെത്തിയത്. 5 കണ്ണും തുമ്പിക്കൈയുമുള്ള ഈ ജീവിവർഗം ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അത്ഭുതകരമായിരുന്നു. ഈ ഒപ്പബിനിയെ പോലെ പല വിചിത്രമായ ജീവിവർഗങ്ങളും ക്യാംബ്രിയൻ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ കാരണമാണ് ഇത്തരത്തിലുള്ള ജീവിവർഗങ്ങൾ ആ കാലഘട്ടത്തിൽ അധികമായി ഉണ്ടായത്. പല കോടി വർഷങ്ങളായി പതിയെ നടന്നിരുന്ന പരിണാമ വളർച്ച ഈ കാലഘട്ടത്തിൽ ഒരു എക്സ്പ്ലോഷനായി വളരെ വേഗത്തിൽ നടന്നു. സമുദ്രത്തിന്റെ എല്ലാ ഭാഗത്തും ജീവികൾ രൂപപ്പെട്ടതാൽ വലിയ തോതിൽ ആഹാരത്തിനും ജീവിക്കുന്നതിനുമുള്ള പോരാട്ടമുണ്ടായിരുന്നു. ഇനി ഒപ്പബിനിയ എങ്ങനെ നശിച്ചു എന്നറിയണ്ടേ? 5 കണ്ണുകളുള്ള ഈ ജീവിവർഗങ്ങൾ എതിരാളികൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും അറിയുവാൻ സാധിച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ഇവ നശിച്ചത് എങ്ങനെയായിരിക്കും? പുതിയ ജീവിവർഗങ്ങൾ രൂപം കൊണ്ടപ്പോൾ ഒപ്പബിനിയേക്കാൾ വേഗതയുള്ളതും വലിയതുമായ വേട്ടക്കാരെ ഒപ്പബിനിയയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. സമുദ്രത്തിലെ ഈ മാറ്റം കൊണ്ട് തന്നെ ഇവയ്ക്ക് ഭക്ഷ്യ ദൗർലഭ്യം അനുഭവപ്പെട്ടു. ഒപ്പബിനിയ മാത്രമല്ല അന്നുണ്ടായിരുന്ന മറ്റു ജീവിവർഗങ്ങളും ഈ പുതിയ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ അവ മെല്ലെ മെല്ലെ നശിക്കാൻ തുടങ്ങി. ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ ഭൂമിയിൽ നടന്ന ഒരു പ്രധാന ഇൻസിഡന്റ് ആയിരുന്നു. ഭൂമിയിൽ ഒരേ സമയം ധാരാളം പുതിയ പുതിയ ജീവിവർഗങ്ങൾ രൂപം കൊണ്ടതിനെയാണ് ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. 500 കോടി വർഷങ്ങൾക്ക് മുൻപേ ക്യാംബ്രിയൻ പീരീഡിന്റെ ആരംഭത്തിലാണ് ഇത് സംഭവിച്ചത്. കടലിനടിയിലാണ് ഈ മാറ്റങ്ങൾ രൂപപ്പെട്ടത്. ഈ എക്സ്പ്ലോഷന് മുൻപേ ഏകകോശ ജീവികളും സോഫ്റ്റ് സ്കിന്നുള്ള ജീവികളുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അസ്ഥികൾ ഇല്ലാത്തതിനാൽ തന്നെ അവയുടെ ഫോസിലുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. എക്സ്പ്ലോഷന് ശേഷം പല ജീവിവർഗങ്ങൾക്കും അസ്ഥികൾ, മുട്ടകൾ, പുറന്തോട് എന്നിവ രൂപം കൊണ്ടു. അതിനാലാണ് ഈ കാലഘട്ടത്തിലും ഇവയെ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. ട്രൈലോബിറ്റ്സ് എന്ന ജീവിയുടെ ഫോസിലുകളാണ് നമുക്ക് ഏറെ ലഭിച്ചിട്ടുള്ളത്. ഇവ നമ്മുടെ ഞണ്ടുകളുമായി സാമ്യമുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ധാരാളം ജീവിവർഗങ്ങൾക്ക് കണ്ണുകൾ രൂപം കൊണ്ടത്. അത് വേട്ടയാടുന്നതിനും സഞ്ചാരത്തിനും ഏറെ സഹായകരമായി. ഏറെ പ്രധാനപ്പെട്ട വിവരം എന്തെന്നാൽ ഈ കാലഘട്ടത്തിൽ പിക്കയ എന്നൊരു ചെറിയൊരു ജീവിവർഗം ഉണ്ടായിരുന്നു. ഇതാണ് നട്ടലുള്ള ജീവിവർഗത്തിന്റെ മുൻഗാമി എന്ന് പറയപ്പെടുന്നത്. അതായത് നമ്മുടെയും മുൻഗാമി. പരിണാമ സിദ്ധാന്തത്തിന്റെ പിതാവായ ചാൾസ് ഡാർവിന് പോലും ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ എത്ര വേഗം ഉണ്ടായതെന്നറിയില്ല. ഇപ്പോഴും ഇതിനെക്കുറിച്ചുള്ള വാദങ്ങളും കണ്ടെത്തലുകളും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എന്തെങ്കിലും കണ്ടന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യൂ.